ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം താല്പര്യമുള്ള ഒന്നായ പടക്കങ്ങൾ. അതായത് വിഷു വരുന്നുണ്ട്, വിഷുവാണ്, അതുപോലെ പള്ളികളിൽ തിരുനാളുകളാണ്, അതുപോലെ റംസാനാണ്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള പരിപാടികളും അടുത്ത ദിവസങ്ങളാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് പടക്കങ്ങൾ. ഈ പടക്കത്തിൻ്റെ നിലവിലെ വില നിലവാരവും, അതായത് ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില നിലവാരവും, അതോടൊപ്പം തന്നെ അതിൻ്റെ പുതിയ വെറൈറ്റികളും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പടക്കം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പുതിയ ഉത്തരവുകൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ന്യൂസുകൾ നിങ്ങളുടെ പക്കലേക്ക് എത്തുവാനായിട്ട് ഞങ്ങളിന്ന് ശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉയർന്ന ശബ്ദത്തിലുള്ള പടക്കങ്ങൾക്ക് നിരോധനം ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. 125 ഡെസിബൽ കൂടുതൽ ശബ്ദശേഷിയുള്ള പടക്കങ്ങൾ, മാലപ്പടക്കം തുടങ്ങിയവ നിരോധിച്ചതായി പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ പെസോ ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ് ഡോക്ടർ ആർ വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. അതായത് മറ്റ് നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ലൈസൻസ് ഉള്ള വിൽപ്പനക്കാരിൽ നിന്ന് മാത്രം കരിമരുന്ന് വാങ്ങുക. പടക്കം ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്കൊപ്പം മുതിർന്നവരും നിൽക്കുക. പടക്കം കത്തിക്കുന്നതിനോ മെഴുകുതിരിയോ ചന്ദനത്തിരിയോ ഉപയോഗിക്കുക. തീ നിയന്ത്രണം വിട്ടാൽ അണയ്ക്കാൻ ഒരു ബക്കറ്റ് വെള്ളം കരുതുക. കത്താത്ത പടക്കങ്ങൾ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുക. പടക്കങ്ങൾ രാത്രി 10-നും രാവിലെ 6-നും ഇടയിൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഇത്രയും നിയന്ത്രണങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എങ്കിൽ പോലും കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല അപകടങ്ങളിൽ നിന്നും പല രീതിയിലുള്ള മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അത് നമ്മളെ ഒത്തിരി സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എല്ലാവരും പാലിക്കുവാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് പടക്ക വിപണി അല്ലെങ്കിൽ കരിമരുന്ന് വിപണി കുറച്ച് സജീവമായിരുന്നില്ല. ഈ കോവിഡും അതുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം സജീവമായിരുന്നില്ല. എന്നാൽ ഈ വർഷം പതിവിലും കൂടുതൽ ഡിമാൻഡാണ് പടക്കങ്ങൾക്കും അതുപോലെ കമ്പിത്തിരി, മേശപ്പൂവ്, മത്താപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില നിലവാരത്തിലും അല്ലെങ്കിൽ വിലയിലും വളരെയധികം വ്യത്യാസങ്ങളും അതുപോലെ വളരെയധികം കുറവുകളും വന്നിട്ടുള്ളതായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അറിയാൻ സാധിച്ചു. അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ 2 വർഷത്തെ ആ ഒരു കെട്ടിക്കിടക്കുന്ന പടക്കങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം ചിലവാകാതിരിക്കുന്ന പടക്കങ്ങൾ, ഒത്തിരി പടക്കങ്ങൾ ബോക്സ് കണക്കിന്, ടൺ കണക്കിന് നമ്മുടെ കേരള മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ എത്രത്തോളം സേഫ്റ്റി ഉള്ള പടക്കങ്ങളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് തിരിച്ചറിയുവാനായിട്ട് നിങ്ങൾ സാധാരണ രീതിയിൽ മേടിക്കുന്ന, അതായത് ഫുട്പാത്തുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് അല്ലാത്ത ആളുകളിൽ നിന്നും മേടിക്കുന്നത് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. കാരണം ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന പടക്കങ്ങൾ നേരിട്ട് വിതരണക്കാരിലേക്ക് എത്തില്ല. അത് ഇതുപോലെയുള്ള തേർഡ് പാർട്ടി ആളുകൾ വഴി വിതരണം ചെയ്യുവാനായിട്ട് പല കമ്പനികളും ശ്രമിക്കുന്നതായിട്ടും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മേടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിൽ പോലും കൂടുതലും സാധ്യത ഉള്ളത് ഇത് ഒരുപാട് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് പൊട്ടുന്ന അവസ്ഥ പല രീതിയിൽ മാറുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പടക്ക കമ്പനിയുടെ ലൈസൻസ് ഉള്ള ആളുകളിൽ നിന്ന് മേടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കത്തിക്കയറാൻ കൊതിച്ച് പടക്ക വിപണി, ഇത്തരത്തിലാണ് പടക്ക വിപണിയെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഈ പ്രാവശ്യം തകർക്കുവാനുള്ള ഒരുക്കത്തിലാണ് പടക്ക വിപണി. ഇക്കുറി ഞെട്ടിക്കുവാൻ കച്ചകെട്ടിയാണ് പടക്കങ്ങളുടെ പടപ്പുറപ്പാട്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ കുടുങ്ങിയ പടക്കങ്ങളെല്ലാം കൂട്ടത്തോടെ പുറത്തിറങ്ങി കഴിഞ്ഞു. പൊട്ടിയാൽ മാത്രമേ ഗതിയുള്ളൂ എന്നതിനാൽ പടക്ക വിപണിയും ഉണർവിലാണ്. ഓലപ്പടക്കത്തിന് പകരം കടലാസിൽ പൊതിഞ്ഞ
ഒറ്റപ്പടക്കങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ 100 എണ്ണത്തിൻ്റെ പാക്കറ്റിന് 40 രൂപയാണ് വില. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല സ്ഥലങ്ങളും പല രീതിയിലാണ് വില ഈടാക്കുന്നത്. ഒറ്റപ്പടക്കത്തിന് വില വരുന്നത് ഒരു പാക്കറ്റ് 100 ഒറ്റപ്പടക്കങ്ങളാണ് അതിലുണ്ടാവുക. കടലാസ് ഒറ്റപ്പടക്കങ്ങൾ അതിന് 40 രൂപയാണ് വില. മാലപ്പടക്കം 20 രൂപ മുതൽ 80 രൂപ വരെയാണ് അതിൻ്റെ വലിപ്പവും ക്വാളിറ്റിയും അനുസരിച്ച് മാർക്കറ്റിൽ വിൽക്കുന്നത്. മാലപ്പടക്കത്തിന് 20 മുതൽ 80 രൂപ വരെ. പിരിപ്പടക്കം എന്നറിയപ്പെടുന്ന ക്രാക്ലിംഗ് കിങ് ബോക്സിന് 30 രൂപയാണ് വില. അപ്പോൾ പിരിപ്പടക്കത്തിന് നമ്മൾ പലരും പല രീതിയിലാണ് അതിൻ്റെ പേരുകൾ പറയുക. അതിൻ്റെ പൊതുവെ പറയുന്ന പേരാണ് ക്രാക്ലിംഗ് കിങ് ബോക്സിന് 30 രൂപയാണ് വില. 12 നില ഉയർന്ന് പൊട്ടുന്ന 12 സ്റ്റാർസ് ആണ് താരം. അതിന് വില വരുന്നത് 200 രൂപയാണ്. 12 നില ഉയർന്ന് പൊട്ടുന്ന 12 സ്റ്റാർസ് ആണ് താരം. അതിന് വില വരുന്നത് 200 രൂപയാണ്. 25 നിലയുള്ളതിന് 500 രൂപ. ഓരോന്നിൻ്റെയും ബോക്സ് വിലയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലേക്കാണ് ഈ പടക്കത്തിൻ്റെ വില നിലവാരം വരുന്നത്. പിന്നെ മത്താപ്പ് സംഭവങ്ങളുടെയൊക്കെ വില നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും. കൂടുതലായിട്ടും പടക്കത്തിൻ്റെ വിലയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ ഏറ്റവും എല്ലാവരും മേടിക്കുന്ന ഒന്നാണ് ഈ ഒറ്റപ്പടക്കം എന്ന് പറയുന്നത്. ഒറ്റപ്പടക്കത്തിൻ്റെ വില 100 ഒറ്റപ്പടക്കം ഉള്ളതിന് 40 രൂപയാണ് വില. പിന്നെ സാധാരണ കൊലയായിട്ട് വരുന്നത് അല്ലെങ്കിൽ മാലയായിട്ട് വരുന്ന പടക്കത്തിന് 20 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത്. എല്ലാവരും സേഫായിട്ട് ഉത്സവങ്ങളും വിഷുവും പെരുന്നാളുകളും റംസാനും ആഘോഷിക്കുക. നിങ്ങൾക്ക് ശുഭദിനം നേരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക വഴി ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളുടെ പക്കലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.